നമസ്കാരം. CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇറങ്ങിയ ഒരു പോസ്റ്റർ കണ്ടു. ഒരു ബീഫ് വെട്ടുന്ന ഒരു സ്റ്റാളിന് മുന്നിൽ ചെന്ന് ഒരാൾക്ക് കൈ കൊടുത്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ഒരിക്കലും വോട്ട് ചോദിക്കാൻ കയറി ചെല്ലാൻ പറ്റാത്ത ഒരു തൊഴിലിടം, ഇതാണ് സുനിൽകുമാറിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ക്യാപ്സ്യൂളോടുകൂടി. സത്യം പറഞ്ഞാൽ 2018, അതായത് 5-6 കൊല്ലം മുൻപ് ബീഫ് വെട്ടി ഉണ്ടാക്കിയ വിപ്ലവത്തിൽ നിന്ന് 2 വട്ടം തുടർച്ചയായി കേരളം ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടും തൃശ്ശൂരിൽ നിന്നൊരു MLA ഉണ്ടായിട്ടും ഇവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവകാശപ്പെടാൻ യാതൊന്നുമില്ലെന്നും ഇതിനും വ്യക്തമായിട്ട് അവർക്ക് പറയാൻ കഴിയില്ല. എന്നാൽ CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിന് വോട്ട് ചോദിക്കാൻ കയറി ചെല്ലാൻ പറ്റാത്ത ഒരിടം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കരുവന്നൂരിൽ പാവങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഈ കമ്മ്യൂണിസ്റ്റ് ചുമതലയുള്ള ബാങ്കിലിട്ട് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കട്ടുമുടിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച കുറേ പാവങ്ങളുടെ വീടുണ്ട്. അവിടേക്ക് ഈ VS സുനിൽകുമാറിന് ഇനി വോട്ട് ചോദിക്കാൻ കയറി ചെല്ലാൻ പറ്റുമോ? അല്ല, അവർ കയറി ചെല്ലുമായിരിക്കും. അവരുടെ സ്വത്തസിദ്ധമായ ഉളുപ്പില്ലായ്മ അവരെ അതിന് തടയുമായിരിക്കില്ല. പക്ഷേ ഇക്കണ്ട കാലം ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും ഈ തൃശ്ശൂരിൻ്റെ ചങ്കിടിപ്പായ ജനനായകൻ എന്തുകൊണ്ട് അവിടേക്ക് കയറി ചെന്നില്ല? അവർക്കൊരാശ്വാസമൊക്കെ പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പോൺ വഴി നിർദ്ദേശിച്ചില്ല. എന്നാൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 2 വട്ടം തൃശ്ശൂരിൽ നിന്ന് ഒരു സ്ഥാനവും നേടിയിട്ടില്ലാത്ത തൃശ്ശൂരുകാരനല്ലാത്ത സുരേഷ് ഗോപി അവിടെ ചെന്നിരുന്നു. ഇനിയും അദ്ദേഹത്തിന് കയറി ചെല്ലാൻ പറ്റും. ചെന്ന കാലത്ത് അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരു മകൻ്റെ അമ്മയ്ക്ക് ഇന്നും ഈ സുരേഷ് ഗോപി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയുടെ ഒരു പങ്കാണ് അവർക്കിന്നും മരുന്നായി എത്തുന്നത്. ഇനി ഈ തൃശ്ശൂരിൽ തന്നെ ബീഫും പോർക്കും വെട്ടി ജീവിക്കുന്ന മനുഷ്യർ തൊഴിലെടുക്കുന്ന ഒരിടമുണ്ട്, ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. അവിടെ ഒരു മൂത്രപ്പുരയ്ക്ക് പോലും ഈ ചങ്കിടിപ്പുമായ ജനനായകനോ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLAയോ 2 വട്ടം സംസ്ഥാനം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരോ ഉപകാരപ്പെട്ടിട്ടില്ല. എന്നാൽ 1 കോടി രൂപയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പിട്ടിട്ടാണ് സുരേഷ് ഗോപി എന്ന MP സ്ഥാനം വിട്ടൊഴിഞ്ഞത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ്. ഉത്തരേന്ത്യയിൽ ഒരു കിളി ചിലച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനും വിപ്ലവം കാണിക്കാനും കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഉണ്ടാവും. പക്ഷേ ഇവിടെ കട്ടാലും മുടിച്ചാലും ആത്മഹത്യ ചെയ്താലും ഇനി ഒരാളെ കൊന്നു കെട്ടിത്തൂക്കിയാലും ഇവർ ചോദിക്കാനും പറയാനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ്. തീരുമാനം ഇനി നമ്മുടേത്.